Mr. Unbox and Travel. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓപ്പോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് മൊബൈലാണ്. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കുക. ഓപ്പോ റെനോ 5 പ്രോ 5G ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് GCCയിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയുടെ പേരാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ പേര് ഓപ്പോ റെനോ 5 പ്രോ പ്ലസ് 5G ആണ്. അപ്പോൾ ആ ഒരു മൈൻഡിൽ വേണം നിങ്ങൾ വീഡിയോ കാണാൻ. അപ്പം നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ്, ഓപ്പോ റെനോ 5 പ്രോ 5G. ഒരു ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഈ റെനോ 5 പ്രോ 5G എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ വരുമ്പോൾ റെനോ 5 പ്രോ പ്ലസ് 5G എന്നായിട്ടാണ് പേര് മാറുന്നത്. അപ്പോൾ ആ ഒരു ഇമേജ് വെച്ചിട്ട് വേണം നിങ്ങൾ എന്താക്കാൻ, മുമ്പോട്ടുള്ള റിവ്യൂസ് കേൾക്കാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ കാണാം ഒരു ഓപ്പോയുടെ എംബ്ലം. ജസ്റ്റ് നമുക്കതൊന്ന് മാറ്റാം. നമ്മുടെ ഫോൺ ഇതാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം, എന്തൊക്കെയാണ് ബോക്സിനകത്തുള്ളതെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്തുള്ളത്. ട്രാൻസ്പെറൻറ്റ് TPU കേസ് ഉണ്ട്, ഇയർഫോൺസ് ഉണ്ട്, കൂടെ Type-C ഡാറ്റ കേബിൾ ഉണ്ട്. ഇനി എടുത്തു പറയേണ്ടതാണിത് 65 വാട്ട്സിൻ്റെ സൂപ്പർ ചാർജർ ഇതിൻ്റെ കൂടെ ഉണ്ട്. 35 മിനിറ്റ് കൊണ്ട് 0 to 100 ഇത് ചാർജ് ആവും. അപ്പോൾ ഇതൊക്കെ സൈഡിൽ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ വരുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫോൺ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കൂടാതെ ഞാൻ ഇതിൻ്റെ കളറൊന്ന് കാണിച്ചു തരാം. മൊബൈൽ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ വരുന്നതെന്ന് പറയുന്നത് ഗാലക്റ്റിക് സിൽവർ ആണ്, പിന്നെ സ്റ്റാർലൈറ്റ് ബ്ലാക്ക് കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് കളേഴ്സും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓപ്പോ. അപ്പോൾ താങ്ക്സ് ടു ഓപ്പോ. ഇപ്പോൾ രണ്ട് ഫോൺസ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസൈനിലേക്ക് കിടക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ കാണുന്നത്. ഒരു എന്താ പറയുക, ഒരു മാറ്റ് ഫിനിഷുള്ള ബോഡിയാണ് പിറകിൽ കാണുന്നത്. അതേപോലെ 3D കേർവ് ആണ്. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വന്നാലും സെയിം ആണ്, കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കൂടാതെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ. ഇനി നമുക്ക് മുകൾ സൈഡ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ മൈക്കാണുള്ളത്. താഴെ സൈഡിൽ നോക്കുകയാണെങ്കിൽ USB Type-C ചാർജിങ് പോർട്ട്, ഇവിടെ സ്പീക്കർ ഗ്രില്ല് കാണാം, മൈക്ക് കാണാം, ഇവിടെ സിം കാർഡ് സ്ലോട്ട് കാണാം. ലെഫ്റ്റ് സൈഡിലാണ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉള്ളത്. റൈറ്റ് സൈഡിലാണ് നമുക്കിവിടെ കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പവർ ബട്ടൺ. ഇപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇനി നമുക്ക് ബോഡി വെയിറ്റ് നോക്കുകയാണെങ്കിൽ 184 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ഒരു നോർമൽ ഒരു വെയിറ്റ് ആണ്. ഇനി കൂടാതെ എൻ്റെ സൈഡ് തിക്നെസ് വരുന്നത് 7.99 mm ആണ്. അതായത് ഏകദേശം 8 mm ആണ് വരുന്നത്. അപ്പോൾ വലിയൊരു തിക്നെസ്സും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കയ്യിൽ ഒതുക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ഫോണാണ്. രണ്ട് സൈഡിലും കേർവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ ഈസി ആയിട്ട് ഒതുങ്ങുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ആക്സിഡൻറ്റ് ടച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും കേസ് ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഉള്ളതൊരു വളരെ രസമുള്ളൊരു ഡിസൈൻ തന്നെ. കേർവ്ഡ് ഡിസ്പ്ലേ നമുക്ക് അധികം കാണാം. ബസൽലെസ് ആണ്, വളരെ ചെറിയൊരു തിന്നായിട്ടുള്ള ബസലാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഡിസൈൻ വൈസിൽ നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയം ലുക്കുള്ള ഒരു അടിപൊളി ഫോൺ തന്നെയാണ് റെനോ 5 പ്രോ 5G. അതായത് ഇന്ത്യയിലെ റെനോ 5 പ്രോ പ്ലസ് 5G. പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഡിസൈനിന്. ആ ഒരു ഡോട്ട് നമുക്ക് പിറകിൽ കാണാൻ കഴിയും. അപ്പം ഭയങ്കര രസമുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനിവേ ഡിസൈൻ വൈസിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിൻ്റേത്. അപ്പോൾ ഈ മോഡൽ എന്ന് പറയുന്നത് ഓപ്പോയുടെ ഫ്ലാഗ്ഷിപ്പ് മൊബൈലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 6.55 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഫുൾ HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. 90 Hz റിഫ്രഷിംഗ് റേറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ വളരെ മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഏത് സൈഡിൽ നിന്ന് ഏത് ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കിയാലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്ന പോലെ. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഓപ്പോ റെനോ 5 പ്രോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓപ്പോ റെനോ 5 പ്രോ പ്രധാനമായിട്ടും വരുന്നത് രണ്ട് മെമ്മറി വേരിയൻസിലാണ്. 8GB+ 128ഉം 12GB+ 256ഉം. രണ്ടിനും മെമ്മറി എക്സ്പാൻഡബിൾ ചെയ്യാൻ പറ്റില്ല. ഇനി പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ കോൽകോം സ്നാപ്ഡ്രാഗണിൻ്റെ 865ൻ്റെ ഒക്ടാ കോർ പ്രൊസസ്സറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2.84 ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അപ്പം മെമ്മറി വേസിലും അല്ലെങ്കിൽ പെർഫോമൻസ് വേസിലും നമുക്ക് യാതൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. ഏറ്റവും മികച്ച ഒരു പ്രൊസസ്സർ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
4500 മില്ലൻ ആംപിയറിൻ്റെതാണ് ഇതിൽ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കൂടാതെ 65 വാട്ട്സിൻ്റെതാണ് ഇതിൽ കിട്ടുന്ന നമുക്ക് ചാർജർ. അതുകൊണ്ട് തന്നെ 35 മിനിറ്റ് കൊണ്ട് 0 to 100 ഇതിൽ ചാർജ് ഫുള്ളാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് പെട്ടെന്ന് തീരുമെന്നുള്ളൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഇനി തീർന്നാൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ഫുള്ള് ചെയ്തെടുക്കാനും ഈ ഫോണിലൂടെ സാധിക്കും. സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും മുകൾ വശത്ത് ഒരു സ്പീക്കറും താഴെ ഒരു സ്പീക്കർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിലും നമുക്കറിയാം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ആയതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് എന്തായാലും ലഭിക്കും. അപ്പോൾ എനിക്കും ഫീൽ ചെയ്തത് വളരെ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഫോണിൽ നിന്നും ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ കണ്ട പോലെ ഒരു രക്ഷയുമില്ലാത്ത അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഗെയിമിങ്സിൽ നമുക്ക് കിട്ടുന്നത്. ഞാൻ ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ഗെയിം നേരത്തെ കളിച്ചിരുന്നു. വലിയൊരു തരത്തിലുള്ള ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ്. കൂടാതെ നമ്മളിപ്പോൾ ഒരുപാട് ഫോൺസിൽ കാണുന്ന ഒരു ഫീച്ചറാണ് ഗെയിം മോഡ്സ്. അതായത് നമുക്കിവിടെ കാണാൻ കഴിയും, നമുക്കിപ്പോൾ വാട്സപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോൾ അല്ലെങ്കിൽ മെസ്സേജൊക്കെ വന്നിട്ട് നമുക്ക് ഇൻട്രപ്റ്റഡ് ആവും ഗെയിം കളിക്കുമ്പോൾ. ആ ഒരു നമ്മുടെ ഗെയിമിന് അതൊരു അലോസരപ്പെടുത്തും. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസാണ് ഇപ്പോൾ മിക്ക ഫോൺസിലും നമുക്ക് ഓപ്പോയിലൊക്കെ കാണാൻ കഴിയുന്ന പോലെ നമുക്ക് ബുള്ളറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ വാട്സപ്പും മെസ്സഞ്ചറൊക്കെ നമുക്കിതിലെ വളരെ ചെറിയ രീതിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവും നമ്മുടെ നോട്ടിഫിക്കേഷൻ. ആ ഒരു രീതിയിലൊക്കെ നമുക്കിതിൽ കാണാം. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പെർഫോമൻസിൽ നമുക്ക് ഗെയിമിലും അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ബേസിലൊക്കെ നോക്കുമ്പോൾ നല്ലൊരു മികച്ചൊരു ഫോൺ തന്നെയാണ് Oppo Reno 5 Pro 5G. Reno 5 Pro 5Gയിലെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ ഫാസ്റ്റായിട്ട് വിത്തിൻ എ സെക്കൻഡ് ഓൺ ആകുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫേസ് ലോക്ക് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ലോക്ക് ആക്കുന്നുണ്ട്. ഓണായി 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 അതും വിത്തിൻ എ സെക്കൻഡാണ്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സൈഡും അല്ലെങ്കിൽ ഫേസ് ലോക്ക് സൈഡും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ആവുന്നുണ്ട് ഈ മൊബൈലിൽ. ഇപ്പോൾ ഒരു വട്ടം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ഈ പറയുന്ന Reno 5 Pro എന്ന് പറയുന്നത് ഗൾഫിലെ പേരാണ്, അല്ലെങ്കിൽ GCC അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തിറങ്ങുന്ന മൊബൈലിൻ്റെ പേരാണ്. ഇത് ഇന്ത്യയിൽ Reno 5 Pro Plus 5G എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ വീഡിയോനെ കാണുക. അപ്പോൾ Oppo Reno 5 Proയിൽ വരുന്ന ക്യാമറ 4 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 16 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 13 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ, 2 മെഗാ പിക്സലിൻ്റെ മാക്രോയ്, കൂടാതെ കളർ ടെമ്പറേച്ചർ സെൻസർ കൂടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ 2 ഡോട്ട്, പിന്നെ ഫ്ലാഷും. അപ്പോൾ ഇങ്ങനെയാണ് ക്യാമറ വരുന്നത്. ഓവറോൾ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിൽ കൂടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഞാൻ കുറച്ച് ഒരു വീഡിയോ സാമ്പിളും 2-3 ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. നിങ്ങൾക്കത് കാണാവുന്നതാണ്. കാരണം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അപ്പോൾ തീർച്ചയായിട്ടും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാവണം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ബാക്ക് ക്യാമറ അല്ലെങ്കിൽ റിയർ ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കുന്ന വീഡിയോ. ഇതാണ് ഇതിൻ്റെ മാക്സിമം ക്വാളിറ്റി എന്ന് പറയുന്നത് Oppo Reno 5 Pro 5Gയുടെ. അപ്പോൾ കയ്യിലാണ് ഫോണുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റെബിലൈസേഷനും ഒന്ന് നോക്കുക, അതേപോലെ കളർ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക, അതുപോലെ ഈ ഓഡിയോ ക്വാളിറ്റി കൂടി നോക്കുക. ഞാൻ എക്സ്റ്റേണൽ മൈക്ക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു വിഷ്വൽ തന്നെ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വീഡിയോയിൽ കാണുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാവുന്നതാണ്.
ഫ്രണ്ട് സെൽഫി ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലിൻ്റെതാണ് ഫ്രണ്ട് സെൽഫി ക്യാമറ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ 1-2 സാമ്പിൾസ് ഇതിൻ്റെ കൂടെ കൊടുക്കാം. ആ ബ്യൂട്ടി മോഡ് ഓഫ് ആക്കിയിട്ടുള്ള സാമ്പിൾസാണ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ Oppo Reno 5 Pro പ്ലസ് അല്ലെങ്കിൽ Reno 5 Proയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 2699 ആണ്. ഏകദേശം 54,000 ഇന്ത്യൻ റുപ്പിയാണ് വരിക. ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പോൾ പ്രീ ഓർഡറിലാണ് ഇരിക്കുന്നത്. 8GB പ്ലസ് 128-ന് 47 അല്ലെങ്കിൽ 45 ആ റേഞ്ചിലാണ് നമ്മുടെ ഇൻ്റർനെറ്റിൽ കാണിക്കുന്നത്. ഇനി കൂടാതെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് 12GB പ്ലസ് 256 ആണ്. എറൗണ്ട് മേ ബി ഈ ഗൾഫിൽ അതേ പ്രൈസ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി ഹയർ പ്രൈസിലായിരിക്കും ഇന്ത്യയിൽ ഇറങ്ങുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത്. 2699 ആണ് ഈ മോഡലിന് 12GB പ്ലസ് 256GB വരുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് Oppo Reno 5 Pro അല്ലെങ്കിൽ Oppo Reno 5 Pro പ്ലസ് ഫോൺ വരുന്നത്. വളരെ നല്ല രീതിയിലുള്ള ക്യാമറയാണ്, മികച്ച ഡിസ്പ്ലേ ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്, നല്ല രീതിയിലുള്ള മികച്ച സ്പീക്കർ ക്വാളിറ്റി ഉണ്ട്, ഓവറോൾ നല്ല പ്രൊസസ്സറാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാം തികഞ്ഞ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ തന്നെയാണ് ഈ ഓപ്പോയുടെ Reno 5 Pro അഥവാ Oppo Reno 5 Pro Plus ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്നത്തെ ഈ ഓപ്പോയുടെ ഫ്ലാഗ്ഷിപ്പ് മൊബൈലിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അൺബോക്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.